മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കണമെന്ന തൃശൂർ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി വിധിയുടെ പൂർണ്ണ രൂപത്തിലേക്ക്, കോടതിയുടെ ഉത്തരവിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ട്. കെ രാജേന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. രാജേന്ദ്രൻ, എന്തായാലും കെ ബാബുവിൻ്റെ വിധി സംബന്ധിച്ച് കെ ബാബുവിനെതിരായ കോടതിയുടെ ഇടപെടൽ ഉത്തരവ് സംബന്ധിച്ച് 2-3 നാൾ മാത്രം കഴിഞ്ഞിരിക്കുന്നു സാഹചര്യം. അതേ സാഹചര്യത്തിൽ കൂടി മുഖ്യമന്ത്രിയും ആര്യാടനും, ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും ആര്യാടനും വരുമ്പോൾ കോടതി ഏതൊക്കെ തലങ്ങൾ സ്പർശിച്ചുകൊണ്ടാണ് മുൻപിലേക്ക് എത്തിയ ഹർജിയെ പരിശോധിച്ചത്, വീഴ്ച ഏതൊക്കെ രീതിയിൽ ബോധ്യപ്പെടുത്തി, ഒപ്പം അത് സാധൂകരിക്കുന്ന തരത്തിൽ ഭരണഘടനാപരമായ എന്തൊക്കെ ബാധ്യതകൾ ഉണ്ട് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഇതിനകത്ത് മുൻമന്ത്രി കെ ബാബുവിനെതിരെ ഉണ്ടായിരുന്ന തെളിവുകൾ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ സരിതയുടെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരായ തെളിവുകളും അനുബന്ധ തെളിവുകളും കൂടുതൽ ശക്തമാണെന്ന് തന്നെ പറയാം. അപ്പോൾ സ്വാഭാവികമായും വിജിലൻസ് കോടതി നേരത്തെ ബാബുവിനെതിരെ ലഭ്യമായ കാര്യങ്ങൾ വെച്ച് കൂടുതൽ ആൾക്കാരുടെ ഇടപെടലുകളെ കുറിച്ച് ഇന്ന് ഉണ്ടാവും. അത് ഞാൻ എങ്ങനെ പറയാൻ പറ്റില്ല. ഇനി കമ്മീഷൻ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനെ ബേസ് ചെയ്തുള്ള സത്യസന്ധമായ മറുപടി ഞാൻ പറയും. ഇന്നലെ പറഞ്ഞത് 10% മാത്രമാണ് സരിത വെളിപ്പെടുത്തിയത്. എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പ്രൊസീജിയേഴ്സിന്റെ അർത്ഥം. അപ്പം അദ്ദേഹം എന്ത് ചോദിക്കുന്നു അതിന് ആൻസർ ഞാൻ കൊടുക്കും. അവിടെ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് പിതൃതുല്യൻ എന്ന് പറഞ്ഞ ആ കോൺട്രവേഴ്സി നമ്മുടെ വിഷയങ്ങളല്ല. ഒറ്റ കാര്യം കൂടി, ഈ CM പല ഘട്ടത്തിലും പണം തന്ന് കടങ്ങൾ തീർത്തുകൊള്ളാം, സഹായിച്ചുകൊള്ളാം എന്നൊക്കെ ഇപ്പോൾ ഫ്ലാഷുകളായിട്ട് പോകുന്നു. പക്ഷെ അതൊക്കെ ഉള്ളിൽ നിന്നുള്ള വാർത്ത നമ്മൾ പുറത്തേക്ക് കൊടുത്തതാണ്. റിപ്പീറ്റ് ചെയ്യാൻ മീൻസ് ഞാൻ അതിലേക്ക് എനിക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഇതല്ല ഞാൻ പറഞ്ഞത് എന്നോട് പലരും പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 2 വർഷക്കാലമായി ഞാൻ എന്തുകൊണ്ടാണ് എങ്ങും സരിത പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതിന് കാരണം അറ്റ്ലീസ്റ്റ് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്താണെന്ന് ഞാൻ അതിനൊരു മറുപടി ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കമ്മീഷന് മുമ്പിൽ ഒരു റെക്കോർഡിക്കലാക്കാമെന്ന് കരുതിയാണ് ഞാൻ അവിടെ പറഞ്ഞത്. കാര്യം ഈ 2 വർഷത്തിന് മുമ്പ് 9 മാസം കിടന്നപ്പോൾ ഈ ജൂലൈ 25-ന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഞാൻ കമ്മീഷനിൽ പറഞ്ഞത്. ആരുടെ ഇടപെടലുകളാണ് ഉണ്ടായിരുന്നത്, അവിടെ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും കളിച്ച റോൾ എന്താണ്, അവരെന്നോട് തന്ന വാഗ്ദാനം എന്താണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തന്നാൽ എൻ്റെ കേസുകൾ തീർക്കാമെന്ന ഉറപ്പ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറാണ് വന്നത്. അത് വിശദമായ മൊഴി ഞാൻ കമ്മീഷനിൽ അതിനെപ്പറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വന്നിട്ടാണ് പറഞ്ഞത്. പ്രദീപിന്റെ കയ്യിൽ അതിന്റെ രേഖകളും ഫോൺ റെക്കോർഡ്സും ഉണ്ട്. ഇവരുമായി സംസാരിച്ചതിന്റെയും ഒക്കെ ഫോൺ റെക്കോർഡ്സ്, CM-ഉമായിട്ട് സംസാരിച്ചത്, ബെന്നി ബെഹനാനുമായിട്ട് സംസാരിച്ചത്, തമ്പാൻ രവിയുമായിട്ട് സംസാരിച്ചതിന്റെ എല്ലാം ദൃശ്യ രേഖകൾ ഗണേഷ് കുമാർ MLA-യുടെ വശമുണ്ട്. CM അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. പ്രദീപ് കുമാറിന്റെയും ഫെനി ബാലകൃഷ്ണന്റെയും ഫോണിലൂടെയാണ് സംസാരിച്ചത്. ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് ഇപ്പം അറ്റ് എ സഡൻ നടന്ന സംഭവങ്ങളിൽ, ഇൻസിഡന്റലായിട്ട് നടന്ന സംഭവങ്ങൾക്ക് എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ അല്ലാതുള്ള കാര്യങ്ങളിൽ എന്റെ റെക്കോർഡിക്കൽ അത്യാവശ്യം വേണ്ട റെക്കോർഡ്സ് എല്ലാം ഉണ്ട്. പണം വാഗ്ദാനം എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച പണം, നമ്മൾ കൊടുത്ത പണം പോലും തിരിച്ചു തരാൻ വയ്യാത്തൊരു എക്സ്ട്രാ ഓഫേഴ്സ് തരും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ, നമ്മൾ ഇപ്പോഴത്തെ ഒരു ടോക്ക് ഉണ്ടല്ലോ, അരിയാഹാരം കഴിച്ചെടുക്കുന്ന ആരും വിശ്വസിക്കില്ല. അതുപോലെ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് തെറ്റാണ്. എന്റെ അഡ്വക്കേറ്റ് CD ജോണി ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ റിലേറ്റീവ് എല്ലാ തെളിവുകളും ഗണേഷ് കുമാർ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങിയ സരിത മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജയിലിൽ വെച്ചും പുറത്തിറങ്ങിയിട്ടും ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയോടും താൻ സംസാരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. തനിക്ക് തന്നെ വഞ്ചിക്കുന്ന ഒരു തരത്തിലേക്ക്, സാമ്പത്തികമായും തന്നെ പറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഏത് രീതിയിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് ഇടപഴകണം, കോടതിയിലടക്കം ഏത് രീതിയിൽ സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തരായ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും പറഞ്ഞു തരുമായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം തനിക്ക് വളരെ വ്യക്തമായി സത്യം എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പോലും താൻ നിഷേധിച്ചു. പക്ഷേ ഇന്നിപ്പോൾ
ഏറ്റവും അവസാന വാക്ക് കോടതി സോളാർ കമ്മീഷനാണ്. ആ സോളാർ കമ്മീഷനിലേക്ക് വരുമ്പോൾ തനിക്ക് കാര്യങ്ങളെ പറയേണ്ടി വരുന്നു, എല്ലാം തുറന്ന് പറയേണ്ടി വരുന്നു എന്ന് വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സരിത കമ്മീഷന് മുൻപാകെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തയുടെ വലിയ ഇമ്പാക്റ്റ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഒന്ന്, കമ്മീഷന്റെ വിസ്താരം, അതിൻ്റെ തുടർചലനങ്ങൾ. അതേ ഗതിയിൽ പോകുമ്പോൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നും നിയമപരമായ തിരിച്ചടി കൂടി സർക്കാരിന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി സോളാർ കേസിൽ പ്രതി ആയേക്കും. അതിനുള്ള അന്വേഷണം സ്വകാര്യ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്ന BJP വക്താവും അഭിഭാഷകനുമായ JR പത്മകുമാർ ഒരുപക്ഷെ മുഖ്യമന്ത്രി കൂടി ഈ ഘട്ടത്തിൽ പ്രതി ചേർക്കപ്പെടുന്നു. മറ്റൊന്ന്, ബാർ കേസുമായി ബന്ധപ്പെട്ട ചലനങ്ങളും ഒക്കെ കണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു കേസിൽ മന്ത്രിസഭ ആകെ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും കാര്യങ്ങൾ ഈ നിമിഷത്തിൽ? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ, ഈ ഭരണത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരെ നിലനിർത്താൻ മുഖ്യമന്ത്രി അവരെ സഹായിക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയുള്ളൊരു നിലപാട്, നമ്മുടെ വിശ്വാസം. പക്ഷേ ഇന്നലെ കഴിഞ്ഞതിന് ശേഷം എന്താ മാറിയിരിക്കുന്നത്? ഇതിലെ പ്രധാന സംവിധായകനും നടനും എല്ലാം മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഈ കേരളത്തിലെ. എന്തായാലും സരിത നായർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, ഇറങ്ങി വരുന്നു. അതിലേക്ക് തത്സമയം എടുത്തു കഴിഞ്ഞവർ സൈഡിലേക്ക് മാറും. അജി ഒന്ന് സൈഡിലേക്ക് മാറും. അജി ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറും. ക്യാമറ ഒന്ന് സൈഡിലേക്ക് മാറും. തീർച്ചയായിട്ടും തെളിവുകൾ നൽകാൻ തയ്യാറാണ്. അത് അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ തെളിയിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യം മാത്രമാണിത്. ശരിക്കും പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ട് ഇതിനകത്ത് എല്ലാ എവിഡൻസസും, നമുക്ക് ടാമ്പർ ചെയ്യാത്ത ഒത്തിരി എവിഡൻസസ് ഫോറൻസിക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പ്രൈമ ഫേസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണിത്. മെറ്റീരിയൽ എവിഡൻസ് എന്റെ കൈവശമുള്ള മെറ്റീരിയൽ എവിഡൻസ് നമ്മൾ വിജിലൻസിന് കൈമാറും. വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് FIR ആണ്. വിജിലൻസ് കോടതിയിൽ തന്നെ സരിത ഹാജരായിക്കൊണ്ട് ഇതിനുള്ള തെളിവുകൾ നൽകാൻ തയ്യാറാവും. തീർച്ചയായിട്ടും കോടതി സമൻ വരുന്നതിന് പുറകെ ഞാൻ അങ്ങനെ നിയമ നടപടി വന്നാൽ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിന് കാരണം ഞാനിപ്പോൾ കോടതിയിൽ അക്കമിട്ട് ഞാൻ ജുഡീഷ്യൽ കമ്മീഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം മൂന്നാമത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന 2-3 വ്യക്തികളുടെ നല്ല ഇടപെടൽ, അത് എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ഇടപെടലുകളിൽ എനിക്ക് പങ്കാളിയാകേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ തുറന്ന് ഇവിടെ സോളാർ കമ്മീഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇനി അങ്ങനെ ഒരു കഥ തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇന്നലെ മുതൽ ഈ നിലപാടുകളുമായിട്ട് മുമ്പോട്ട് പോയത്. വാങ്ങിയ പണം തിരിച്ചു തന്ന ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, അവര് ആദ്യമൊന്നും സംസാരിച്ചിരുന്നില്ല. ഞാൻ പരാതി എഴുതും എന്നുള്ള ഒരു സിറ്റുവേഷൻ. കാര്യം അവര് പോലീസിന് കൊടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 33 ക്രിമിനൽ കേസ് ഉണ്ടെന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് അവർ പോലീസിനെ ഇൻഫോം ചെയ്തില്ല എന്ന് വേണം എനിക്ക് വിശ്വസിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന SIT ഹേമേന്ദ്ര സാർ ഉൾപ്പെടുന്ന ടീമിന്റെ അന്വേഷണങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളിൽ ഉന്നതരമായിട്ടുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അപ്പം അവർക്ക് അന്വേഷിക്കേണ്ടാത്ത ഘട്ടങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരവിടെ സേഫ് ആണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞാൻ ജൂലൈ 20-ാം തീയതി നമ്മുടെ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഇത് സത്യം ഒരിക്കലും തെളിയിക്കപ്പെടില്ല, പൈസ വാങ്ങിയവന്മാരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഞാൻ ആദ്യം എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഞാൻ സൊമനസാലെ ഇങ്ങനെയും വിഷയങ്ങളുണ്ട് എന്നൊരു ഓപ്പൺ കോർട്ടിൽ വിളിച്ചു പറയുകയും അതിൻ്റെ ബേസിൽ ഒരു 164 എടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കോടതിയുടെ നടപടിക്രമങ്ങളെ പറ്റി ഞാൻ പരാമർശിക്കാൻ തയ്യാറല്ല. കാര്യം ജുഡീഷ്യറി എന്നും ജുഡീഷ്യറിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം പ്രദീപ് കുമാർ അട്ടക്കുളങ്ങര ജയിലിൽ വരുന്നു. സരിതയുടെ അമ്മയോട് മുഖ്യമന്ത്രി പറഞ്ഞത് വാങ്ങിയ പണം തിരിച്ചു കൊടുത്താൽ സരിതയുടെ കേസുകൾ തീരും. അതിലേക്കുള്ള കാര്യങ്ങൾക്കായി തമ്പാനൂർ രവിയും ബെന്നി ബെഹനാൻ MLA ഉണ്ടെന്നാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത്. നേരിട്ട് അമ്മയുടെ ഫോണിലല്ല സംസാരിച്ചത്, പ്രദീപ് കുമാർ MLA ഫോണിലാണ് ഉമ്മൻചാണ്ടി സാർ സംസാരിച്ചത്. അപ്പം അങ്ങനെ അല്ല, പ്രദീപ് കുമാർ PA
MLA ഗണേഷ് കുമാറിൻ്റെ PA പ്രദീപ് കുമാർ സ്ഥിരം ഈ സന്ദർഭങ്ങളിൽ മുഴുവൻ തന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും റിപ്പോർട്ട് വീടുകളിൽ നോക്കാം. പ്രതിപേട്ടൻ സ്ഥിരമായിട്ട് നമ്മളുടെ വീട്ടിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ യെസ്, തീർച്ചയായിട്ടും അതേപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. കാര്യം അമ്മ പറഞ്ഞത് മുഖ്യമന്ത്രി എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ട്. ഈ കേസിൽ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു വരുമ്പോൾ നിന്റെ കേസൊക്കെ തീർക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷെ വാക്ക് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇനി ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എന്നും നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസ്സുകാർ കയറിയിരുന്ന തട്ടിപ്പുകാരി, ക്രിമിനൽ എന്ന് മാത്രമേ പറയുള്ളൂ. ക്രിമിനലിന്റെ വാക്കാരാണ് വിശ്വസിക്കാൻ? ഈ ക്രിമിനലുകളും മനുഷ്യരാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എപ്പോഴെങ്കിലും CMന്റെ സന്ദേശവുമായി ആരെങ്കിലുമോ ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ CMന്റെ ഓഫീസ് ബെയറേഴ്സ് എന്ന ഓമന പേരിട്ട് വിളിക്കാമെങ്കിൽ തമ്പാനൂർ രവിയും ബെന്നി ബെഹ്റാനുമായിട്ട് ദിവസം 2-3 പ്രാവശ്യം നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതെ, 8440 അതാണ് ലാസ്റ്റ് നമ്പർ. 8440 അതാണ് ലാസ്റ്റ് നമ്പർ, ബെന്നി ബെഹ്റാന്റെ. മറ്റേത് 9447 തുടങ്ങുന്ന തമ്പാനൂർ രവിയുടെ നമ്പർ. അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. ഇല്ല, ആ കത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ നിൽക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ആ കത്തിനകത്ത് എൻ്റെ സ്വകാര്യതയാണ്, ആ സ്വകാര്യത കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം ഇപ്പം ഞാൻ പുറത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വോളണ്ടറി നിങ്ങളോട് റിവീൽ ചെയ്ത് കഴിഞ്ഞു. മറ്റു കാര്യങ്ങൾ എനിക്ക് പുറത്തു വിടാൻ ഇതുവരെ എൻ്റെ മനസ്സ് സെറ്റായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, അത് പുറത്തു വിടും എന്നുള്ളൊരു പ്രതീക്ഷ ദയവ് ചെയ്ത് വെച്ച് വളർത്തരുത്. ലെറ്റ് മീ കണ്ടിന്യൂ വിത്ത് സോളാർ കമ്മീഷൻ. അതിനുശേഷം ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയാതിരിക്കുന്നില്ലല്ലോ. ഓരോ ദിവസം ഇപ്പം ഇന്നലെ ഉണ്ടായതിൻ്റെ തുടർചലനങ്ങൾക്ക് ആൻസർ തന്നെ ഞാൻ കമ്മീഷനിൽ എൻ്റെ ഡിപ്പോസിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ വിഷയത്തിൻ്റെ തുടർചലനങ്ങൾക്ക് ഞാൻ ഇന്ന് ആൻസർ നൽകിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ കാര്യങ്ങൾ എനിക്ക് മെറ്റീരിയലായിട്ട് എപ്പോഴെങ്കിലും ഒരു എവിഡൻസ് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കമ്മീഷനോട് പറഞ്ഞുള്ളൂ. 1000 കാര്യങ്ങളിൽ 10 എണ്ണം പോലും ഇവിടെ എത്തിയിട്ടില്ല. അത്രമാത്രം വിശ്വസിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഫിനാൻഷ്യലായിട്ടുള്ള കുറേ നഷ്ടങ്ങളുടെ ബണ്ടയ്ക്കാണ് എനിക്ക് ഇത്രയും കേസുകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇതിൽ ഈ പറയുന്ന IGO, DGPയോ ADGPക്കോ അവർക്കുള്ള റോൾ അത് സെക്കൻഡറിയാണ്. അത് തീർച്ചയായിട്ടും. അപ്പം എൻ്റെ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഇവരാരുമല്ല. എൻ്റെ ഫസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് തകർത്തിട്ട് പിന്നെ എനിക്ക് വന്ന അമ്പുകളെ പറ്റി സംസാരിക്കാൻ എൻ്റെ ബേസ് തകർപ്പെട്ടെന്ന് ഫെനി അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫെനി ഒഴിവാക്കിയത്. ഒരു 86 ലക്ഷം രൂപ എൻ്റെ കണക്കിൽ, അതായത് എനിക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് നേരിട്ട് അറിവുള്ളത് 86 ലക്ഷം രൂപയോളം അയാൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആൻസർ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല, എന്നാലും അത് വേണ്ട. എന്നുവെച്ചാൽ അത് ഫെനി ചെയ്തെങ്കിൽ ഫെനിയുടെ സഹോദരിയെ മാനം വിറ്റ കാശാണെന്ന് ഞാൻ പറയുള്ളൂ. അതേ പറയുള്ളൂ. അങ്ങനെ എല്ലാവരും കള്ളന്മാരാണെന്ന് ഞാൻ പറയില്ല. ഒരുപക്ഷെ കള്ളന്മാരല്ലാത്തവർക്ക് നേരെ ചൊവ്വേ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളവരും അതിനകത്തുണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്, പേരുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഈ 13 VIP-മാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് നേരിട്ട് വായിച്ചൊരു കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ റെഫറൻസിൽ കിട്ടിയ കുറേ നെയിംസ് ആണ്. അതിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പേരുകൾ എഴുതിയെങ്കിലും എന്താണ് അതുമായിട്ട് റെക്കോർഡ് ചെയ്ത് എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതായത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല, കാര്യം അദ്ദേഹത്തിന് കേട്ടറിവ് മാത്രമുള്ളൊരു വിഷയമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മാറ്റേഴ്സ് മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതും ഒരു പോർഷൻ. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഷാജഹാൻ അറിയാം, ഞാൻ ഇതിനു മുമ്പും ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. അന്നും ഞാൻ ചെറിയ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെറിയ ഹോട്ടലിൽ നിൽക്കുകയും റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിൽക്കുകയും ഷോപ്പിങ്ങിന് പോവുകയും ഹോസ്പിറ്റലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പേടിക്കില്ല. ബിജു പറഞ്ഞ പോലത്തെ CD-കൾ ഉണ്ടാവാൻ വഴിയില്ല. ബിജുവിൻ്റെ CD-കൾ അത് 4th ഗ്രേഡ് CD-കളാണ്. അതെനിക്കറിയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ടാമ്പറിങ്,
ഇങ്ങനെയുള്ള ടാമ്പറിങ്, പിന്നെ ഇങ്ങനെയുള്ള ഇൻ്റർഫെറൻസസ്, പിന്നെ അതുപോലെയുള്ള പിന്നെ നമ്മളുടെ ഇപ്പോഴുള്ള അലിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, അത് ചിലപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ റെക്കോർഡ്സ് അത് എനിക്ക് കൊടുക്കുവാനും അല്ലെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കാനും പറ്റും. സരിത കമ്മീഷനിൽ പറഞ്ഞ ആരോപണങ്ങളുടെ ഒക്കെ തെളിവുകൾ സരിതയുടെ കയ്യിലുണ്ട്. എല്ലാത്തിൻ്റെയും തെളിവുകൾ എപ്പോഴും ഞാൻ കൈവശം വെക്കില്ല. എന്നെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ സ്വന്തമാക്കിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് നല്ലൊരു പോലീസ് സേനയുണ്ട്, അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന എവിഡൻസസ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. സഹിൽ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾക്ക് കമ്മീഷനിൽ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പം ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ എൻ്റെ ഡിപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാം. ബിഫോർ ദാറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഡിസിഷൻ ഞാൻ അതിനു മുമ്പ് ഞാൻ റിവീൽ ചെയ്യില്ല. എന്താണ് സത്യമെന്ന് പറയും, ആരെയും പെടുത്താൻ വേണ്ടി ഞാനൊന്നും പറയില്ല. അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ മന്ത്രിമാരുടെ പേരുണ്ടോ MLA മാരുടെ പേരുണ്ടോ എന്നുള്ളതല്ല, വസ്തുതകൾ ഞാൻ ഉറപ്പായിട്ട് പുറത്തു പറയും. പ്ലീസ്. സരിത മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സരിത സോളാർ കമ്മീഷനിൽ ആദ്യഘട്ട മൊഴി ഇന്ന് രാവിലെ കൊടുത്ത മൊഴി ഉച്ചവരെ തുടർന്നു. അതിനുശേഷം ഉച്ചഭക്ഷണത്തിന് പോകുന്നതിന് മുൻപാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്. ഇനി വിജിലൻസ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വിജിലൻസിന് കൂടി തെളിവുകൾ നൽകാൻ താൻ തയ്യാറാണ്. ആ രീതിയിൽ പോലീസിന് കൂടി അന്വേഷിക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ സങ്കീർണതയിലേക്കൊന്നും പോകേണ്ട സാഹചര്യമില്ല. പ്രൈമാ ഫേസി കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ അന്വേഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി എന്തായാലും തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വ്യക്തമായ നിരീക്ഷണം കൂടി, ഉത്തരവ് കൂടി വരുമ്പോൾ കെ രാജേന്ദ്രൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നൽകും. രാജേന്ദ്രൻ, അസാധാരണ സംഭവങ്ങളിൽ അസാധാരണമായ ഇടപെടലുകൾ നടത്തേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞത് ഒരുപക്ഷെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണെന്ന് പറയാം. 1ാം ഘട്ടം എന്ന് പറയുന്നത് പീപ്പിൾ TV ഇത് ഈ വലിയ അഴിമതി വെളിപ്പെടുത്തി ആ ഘട്ടം മുതൽക്ക് സോളാർ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് വരെ, അതിനെ പ്രഖ്യാപിക്കുന്നത് വരെയായിരുന്നു ആദ്യഘട്ടം. നമുക്കറിയാം, ആ ഘട്ടത്തിൽ നിരന്തരം വെളിപ്പെടുത്തലുകളും വാർത്തകളും എല്ലാം വളരെ സജീവമായ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സോളാർ കമ്മീഷനിൽ നടക്കുന്ന നടപടിക്രമങ്ങളായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ആ 2ാം ഘട്ടം പൂർത്തിയായി 3ാം ഘട്ടത്തിലേക്ക് കടന്നു. കാരണം മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പിറകിലെ ഈ തട്ടിപ്പുകളുമായി മുഖ്യമന്ത്രിക്കുള്ള ഒരു ബന്ധം, അദ്ദേഹം കോഴ കൈപ്പറ്റി എന്ന നിർണായകമായ വെളിപ്പെടുത്തൽ. അതുപോലെ സരിത, ഇത്രയും കാലം മുഖ്യമന്ത്രിക്ക് അനുകൂലമായി സംസാരിച്ചിരുന്ന സരിത കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ഘട്ടം, ഇങ്ങനെ ഒരു 3ാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതൊരു 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം, സംസ്ഥാന വൈദ്യുതി മന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇതിലേറ്റവും നിർണായകമെന്ന് പറയുന്നത് സരിത അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യം, തൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും ഈ വിജിലൻസിന് കൈമാറും. ഈ രീതിയിൽ കോടതി നിർദ്ദേശിച്ച അതുപോലുള്ള, കോടതി ഉത്തരവിട്ടതുപോലുള്ള ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതുമായി പൂർണ്ണമായും സഹകരിക്കും. മാത്രമല്ല, ആരൊക്കെയായിരിക്കും ഈ ഒരു അന്വേഷണം സത്യസന്ധമായി നടന്നു കഴിഞ്ഞാൽ ആരെല്ലാമായിരിക്കും അതിലെ പ്രതികളാവുന്നത്, ആരെല്ലാമായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് എന്നതുവരെ സരിത പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. 2, കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ 2 പേർ, ഒന്ന് തമ്പാനൂർ രവി, മറ്റൊന്ന് ബെന്നി ബെഹനാൻ. ഈ തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാൻ്റെയും ഫോൺ നമ്പറുകൾ വരെ, ബെന്നി ബെഹനാൻ്റെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ, അതുപോലെ തമ്പാനൂർ രവിയുടെ ഫോൺ നമ്പറിൻ്റെ ആദ്യത്തെ 4 അക്കങ്ങൾ ഇതുവരെ സരിത പറഞ്ഞു വയ്ക്കുന്നു. നിരന്തരം ഞാൻ ഇവരുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിജിലൻസ് കോടതിയിലുണ്ടായ നടപടികളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ വിജിലൻസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സരിത നിർണായകമായ തെളിവുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, കേരള രാഷ്ട്രീയം ഇതേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങുക. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി മുഖ്യമന്ത്രിമാർ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രി പണം നേരിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ മുഖേന കൈപ്പറ്റി എന്നൊരു ആരോപണം, ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിടുക എന്നത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടും തൃശ്ശൂർ വിജിലൻസ് കോടതിയുമായി ബന്ധപ്പെട്ടും നടന്ന സംഭവവികാസങ്ങൾ
ഇതിനകം തന്നെ ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. വരുന്ന ഏതാനും മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും വരും മണിക്കൂറുകൾ. കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി KPCC സെക്രട്ടറി ഉണ്ട്, BJP നേതാവ് ജയപത്മകുമാറുണ്ട്, ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ കൂടി മിക്ക നേതാക്കന്മാരെയും പ്രതീക്ഷിക്കുന്നു. അതിനു മുൻപ് ഷാജി സരിതയുടെ വാക്കുകൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തരും. സരിത പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് സോളാർ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതിന് ഇനി സരിത ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തായിരിക്കും കോടതിയിലേക്ക് കയറുമ്പോൾ പറയാൻ പോകുന്ന കാര്യം, നടപടിക്രമങ്ങൾ എങ്ങനെ, ഒപ്പം തന്നെ സരിത ആവർത്തിക്കുന്നുണ്ടോ തെളിവുകൾ താൻ എവിടെയും നൽകാൻ തയ്യാറാണ്, അത് വിജിലൻസ് കോടതിയിലായാലും. ഷാജി. തീർച്ചയായിട്ടും പ്രതീക്ഷ വളരെ ശക്തമായ ഒരു തീരുമാനത്തിലാണ് സരിത എത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിക്കും അതുപോലൊപ്പം ആര്യാടനുമെതിരായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. വിജിലൻസ് കോടതി കേസുമായി മുൻപോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ പക്കലുള്ള തെളിവുകളൊക്കെ പോലീസിന് നൽകിക്കൊണ്ട് ആ കേസുമായിട്ട് സഹകരിച്ച് താൻ മുൻപോട്ട് പോകാൻ തയ്യാറാണ്. തൻ്റെ പക്കലുള്ള എല്ലാ തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകും. താനൊരു തട്ടിപ്പുകാരി എന്നാണ് അടിക്കടി കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ തൻ്റെ സത്യാവസ്ഥ തനിക്ക് ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് താൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെയും ഈ കാര്യങ്ങളൊക്കെ തന്നെ താൻ തെളിവുകൾ അടക്കം നൽകാൻ തയ്യാറാണ്. താൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളുമായിട്ടായിരിക്കും താൻ മുൻപോട്ട് പോകുന്നത്. വരും വ്യക്തമാണ്. ഷാജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിൻസെന്റ് ഒരുപക്ഷെ വിൻസെന്റിലേക്ക് KPCC സെക്രട്ടറിയിലേക്ക് പോകുന്നു. വിൻസെന്റ്, ഒരുപക്ഷെ കേരളം കണ്ട വളരെ സ്ഫോടനാത്മകമായ ഒരു സംഭവ വികാസം, തട്ടിപ്പ്, അത് People TV പുറത്ത് വിട്ടതിന് ശേഷം പല രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്ക് അടക്കം പോയി. ഡെവലപ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അനന്തമായി നീളുമെന്നോ അല്ലെങ്കിൽ ചാരം മൂടിപ്പോയേക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പ്രതീക്ഷിച്ച ഒരു കേസിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ തിരിഞ്ഞുകുത്തുന്നു. കോടതിയിൽ നടക്കം ഒരുപക്ഷെ സുപ്രധാനമായ ഒരു ഉത്തരവിലൂടെ കാര്യങ്ങൾ വരുമ്പോൾ ബാബുവിൻ്റെ കേസ് കൂടി താങ്കൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സാഹചര്യത്തെ വിലയിരുത്തിയാൽ ഉമ്മൻചാണ്ടി ധാർമ്മികമായി സ്വീകരിക്കാൻ പോകുന്ന കാര്യം? കഴിഞ്ഞ 40 മിനിറ്റായി ഒരക്ഷരം പോലും എനിക്കിവിടെ സംസാരിക്കാൻ നിങ്ങൾ അവസരം തന്നിട്ടില്ല. നമ്മൾ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ഇന്നലെ മുതൽ സരിതാ നായർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ നിമിഷം വരെ താൻ പറഞ്ഞതിന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു തെളിവും അവർ ഹാജരാക്കിയിട്ടില്ല. അവർ പറയുന്നു ഞാൻ ഇനി ഹാജരാക്കും. അതിന്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം ഇന്ന് വരെ ഒരു തെളിവും ഹാജരാക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇത് വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ഞാൻ ഹാജരാക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനോടകം ഒരുപാട് മാറിപ്പോകും. ഇന്നലെ മുതൽ നമ്മൾ ആരംഭിച്ച ചർച്ചയുടെ അടിസ്ഥാനം ഇതാണ്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്ന് തെളിയിച്ചു. ആദ്യം പറഞ്ഞത് 1000 കോടിയുടെ അഴിമതി നിയമസഭയിൽ പറഞ്ഞില്ലേ, അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചത് ടീം സോളാർ എന്ന് പറഞ്ഞു, അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകനെ സ്ഥലമുണ്ട്, വസ്തുവുണ്ട്, സമ്പാദിച്ചു. താങ്കളുടെ പരിമിതികൾ എനിക്ക് ബോധ്യമുണ്ട്. ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറയണം. ഈ സോളാർ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു പോയി എന്നുള്ള സത്യം എനിക്ക് നിങ്ങളുടെ ചാനൽ വഴി എനിക്ക് ജനങ്ങളോട് പറയണ്ടേ? ഇവിടെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകന് ബാലരാമപുരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ കഴിഞ്ഞോ? CD ഉണ്ട് എന്ന് പറഞ്ഞു. CD ഉണ്ട് എന്ന് പറഞ്ഞ അടുത്ത നിമിഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞു. CD അന്വേഷിച്ചു പോയല്ലോ, CD കിട്ടിയോ? വിജ്ഞാൻ ഭവൻ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞു. ആരുടെയാണ്? ബീന മാധവൻ എന്ന് പറയുന്ന പിന്നെ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകയുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രമെടുത്ത് കാണിച്ചിട്ട് ഇതാ സരിതാ നായരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു, വാർത്തകൾ കൊടുത്തു. ഇങ്ങനെ ഇതും ഇന്ന് നടത്തി സരിതാ നായർ ഇപ്പോൾ നടത്തുന്ന വെളിപ്പെടുത്തലുകളും ഇതുപോലെ ഉണ്ടയില്ല വെടിയായി സരിതാ നായർ നടത്തിയ വെളിപ്പെടുത്തലിന് അപ്പുറത്തേക്ക് ഞാൻ ചോദിച്ചത് കോടതിയിൽ സരിതാ നായർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു പണം കിട്ടാത്തത് കൊണ്ടാണ്. പണം താങ്കളിലേക്ക് ഇപ്പോൾ ബാലകൃഷ്ണപിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണപിള്ള, ഇതിലൊരു വ്യക്തത വേണമല്ലോ. കാരണം നിങ്ങൾ UDF-ൽ നിൽക്കുന്ന സമയത്താണ് വ്യക്തമായ ഇടപെടൽ
താങ്കളുടെ വളരെ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ പ്രവർത്തകനുമായ പ്രദീപാണ് അവിടെ ഇടനിലക്കാരനായി ജയിലിൽ ചെല്ലുന്നത്. സ്വാധീനിക്കപ്പെടുന്ന ഒരു പക്ഷേ കേസ് അട്ടിമറിക്കപ്പെടുന്നത് ആ ഒരു ജയിൽ സന്ദർശനവുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടാണ്. ഇവിടെ കമ്മീഷന് മുൻപാകെ കൂടി സരിത ഇക്കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കാര്യങ്ങൾ താങ്കൾക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അന്ന് UDF-ലായിരുന്നു ആ സമയത്ത് ഒരു വ്യക്തത. പിള്ള സാർ, അത് ഈ പിന്നെ അയാളുടെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ സംഭവം നടക്കുന്ന കാലത്തോ കേസ് വരുന്ന കാലത്തോ ഒന്നും ഗണേഷ് കുമാറുമായിട്ട് ഈ പാർട്ടിക്കോ എനിക്കോ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല. ഒന്ന്. രണ്ടിന്റെ ലീഗൽ പൊസിഷൻ ഞാൻ പറയാം. അവിടെ ഇരുന്ന് ആരെല്ലാം ആർഗ്യൂ ചെയ്താലും, അതായത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ. കോടതി എന്ന് പറയുന്ന ഒരു പബ്ലിക് സ്ഥാപനമാണ്. അതായത് ജുഡീഷ്യൽ പവേഴ്സ് മുഴുവനില്ലെങ്കിലും സിവിൽ പ്രൊസീജിയർ കോഡിന്റെ പൊസിഷൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള, ക്രിമിനൽ ആക്ഷൻസും എടുക്കാൻ അധികാരമുള്ള ഒരു കോടതി പോലെ തന്നെയാണ് ഈ കമ്മീഷൻ. അപ്പൊ കമ്മീഷൻ നടത്തിയ വെളിപ്പെടുത്തല് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ പറ്റൂ. അത് ആധാരമാക്കി എടുത്തുകൊണ്ട് ഏത് പൗരനും ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പ്രൊവിഷൻ അനുസരിച്ച് നീങ്ങാനുള്ള അവകാശമുണ്ട്. അത് ആരാണെന്ന് നോക്കിയല്ല, മുഖ്യമന്ത്രി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ആരായാലും ചെയ്യണം. അതാണ് തൃശ്ശൂര കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിന് തൃശ്ശൂര കോടതി പോയത്? കാരണം ഇന്ത്യയിൽ എവിടെയാകാം ഞാൻ ഒന്ന് പറയാം. ആരെങ്കിലും ഡൽഹിയിൽ ഒരു കേസ് കൊടുത്താൽ ഡൽഹിയിലെ കോടതി എന്റർടൈൻ ചെയ്യേണ്ടി വരും. കാരണം 1,10,00,000 രൂപ ഡൽഹിയിലാണ് സരിത കൊടുത്തതെന്നാണ് മൊഴി. അപ്പൊ ഡൽഹി കോടതി പോയാലും ഇത് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു പുതിയ എന്തിനാ തൃശ്ശൂര് പോയത് എന്നൊക്കെ പറഞ്ഞൊരു ആസ്പിറേഷൻ വന്നു. അതുകൊണ്ടായി പറയുന്നത്. ഞാൻ പറയട്ടെ. നിയമം അനുസരിച്ച് കേസ് കൊടുക്കാം. രണ്ട് കാര്യമാണ് പ്രൊസീഡിംഗ് ഓഫീസർക്ക് ചെയ്യാവുന്നത്, ജഡ്ജാണെങ്കിലും മജിസ്ട്രേറ്റ് ആണെങ്കിലും. ഒന്ന്, പോലീസിനോട് എൻക്വയറി നടത്തി തിരിച്ചു വരാൻ പറയാം. അല്ലാതെ തന്നെ കോടതിക്ക് സുവമോട്ടോ കേസ് എടുത്ത് അന്വേഷിക്കാൻ പറയാം. ഇത് രണ്ടും ചെയ്യാം പ്രൊസീജിയർ അനുസരിച്ച്. അതിലെ രണ്ടാമത്താണ് തൃശ്ശൂരെ ജഡ്ജി ചെയ്തിരിക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ വേണമെന്നല്ല, അങ്ങനെ എടുക്കാത്ത കേസുകളിൽ ക്വിക്ക് വെരിഫിക്കേഷൻ വേണമെന്നാണ് ഈ QV എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ കേസ്, ലളിതകുമാരി വേഴ്സസ്. അതുകൊണ്ട് എല്ലാം ക്യൂവിന് അയച്ചുകൊള്ളണം എന്ന ഒരു വ്യവസ്ഥയും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ല, അങ്ങനെ പാടില്ല. കാരണം ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് ഏറ്റവും വലുത്. അതിന്റെ താഴെ വരുന്നുള്ളൂ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ, അതിന്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് കേസെടുത്തതിൽ നിയമപരമായി യാതൊരു ബാധ്യതയില്ല. FIR ഇട്ട് കേസെടുത്ത് അന്വേഷിക്കാൻ പറയാൻ മജിസ്ട്രേറ്റിന് പോലും അവകാശമുണ്ട്. ഇനി നാളെ ഒരു കേസെടുക്കണമെങ്കിലും തൃശ്ശൂര് മാത്രമല്ല ഡൽഹിയിലും ആകാം. പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണോ അവിടെ കേസെടുക്കാവുന്ന. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലും കേസാകാം. ആരെങ്കിലും കൊള്ളാവുന്ന ഒരു ഡൽഹിയിലുണ്ടെങ്കിൽ അവിടെ ഒരു കേസ് കൊടുത്താലും നിലനിൽക്കും. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് വലിയൊരു ജഡ്ജിയെ കുറ്റപ്പെടുത്തുകയും കോടതിയെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ന്യായമായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സരിതയുടെ മൊഴി, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അത് ചോദിച്ചാൽ ഞാനൊരു മോശക്കാരനല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പേ, ഇടതുപക്ഷത്തെ പലർക്കും അറിയാം, 2 വർഷം മുമ്പേ ഈ ഗവൺമെന്റ് താഴെ പോകുമായിരുന്നു. 2 വർഷം മുമ്പേ. പക്ഷേ മുന്നണിയിൽ നിന്നുകൊണ്ട് വെള്ളം പൊക്കുകയും തകർക്കുകയും ചെയ്യുന്ന ജോലി മുന്നണി ഉണ്ടാക്കിയ എന്റെ ജോലിയല്ല. എന്നിട്ടും ഞാൻ മുന്നണിയിൽ നിന്ന് പുറത്തു പോന്നിട്ടും മുന്നണിയിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങളും രഹസ്യങ്ങളും ഞാൻ പുറത്തു വിട്ടിട്ടില്ല, വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു നല്ല കാര്യമല്ല. ഞാനൊരു കുടുംബത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് പാടില്ല. പഴയ തലമുറയിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. പാടില്ല എന്നുള്ളതുകൊണ്ടാ. വളരെ പ്രകോപിപ്പിച്ചാൽ, ഇന്നിപ്പോ നിങ്ങളുടെ ഇതിനകത്താണോ എന്ന് പറയണം, വളരെ പ്രകോപിപ്പിച്ചാല് പല കാര്യങ്ങളും വരും. അപ്പൊ പിന്നെ മന്ത്രിസഭയിൽ ആരും കാണുകയില്ല. അങ്ങനത്തെ കുഴപ്പം വരും. അതുകൊണ്ട് ഞാനിതിനൊന്നും പോയില്ല. ഞാനിതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഗണേശന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് സരിത പറഞ്ഞിരിക്കുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തന്നോളം എനിക്കൊരു തിയറി ഉണ്ട് കേട്ടോ. തന്നോളം ആയാൽ പിന്നെ താനെന്നെ വിളിക്കാവൂ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, ഇന്നലെ തമ്പാനൂർ രവി പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ടുവല്ലോ. സരിത അങ്ങോട്ട് വിളിക്കുകയാണ്, സരിതയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ ഡീലിംഗ് സംബന്ധിച്ച് സരിത ഇന്ന് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നേരത്തെ തന്നെ വർഷങ്ങളായി അല്ലെങ്കിൽ കേസിന്റെ തുടക്കം മുതൽ തന്നെ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാൻ അടക്കമുള്ള നിരന്തരമായി വിളിക്കുമായിരുന്നു. മുഖ്യമന്ത്രിയോട് ക്ലിഫ് ഹൗസിലെത്തി താൻ കണ്ടു. അന്ന് മറിയാമയും ഒപ്പം ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ 2 പേരും ഭാര്യയും മകനും അവിടെ
ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ സരിത നിരത്തുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വാസത്തിൽ എടുക്കേണ്ട സാഹചര്യമാണോ താങ്കൾ കാണുന്നത്? അതോ ഈ കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നത് പോലെ പഴയ ആരോപണങ്ങളാണ്, വസ്തുതയൊന്നും ഇല്ലാതെ? താങ്കൾ എങ്ങനെയാണ് അത്തരം ഈ തമ്പാനൂർ രവിയുടെ അടക്കമുള്ള ആരോപണങ്ങൾ നിഴലിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? സരിത ഈ പിന്നെ അവിടുത്തെ ഒരു ഫ്രീക്വന്റ് വിസിറ്റർ ആയിരുന്നല്ലോ ഈ കോൺഫറൻസിലെ. 3 അല്ല 30 അല്ലല്ലോ. ആർക്കറിഞ്ഞൂടാത്ത അവിടെ ചെന്നവർക്കെല്ലാം ആ കാലഘട്ടത്തിൽ അവിടെ കൂടെ പോകുന്നവർക്കെല്ലാം അറിയാം. നിങ്ങളുടെ മീഡിയയുടെ പ്രധാന റിപ്പോർട്ടർമാരും ഇപ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മീഡിയയിൽ വരുന്ന ജേർണലിസ്റ്റുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയില്ല. അവര് മിക്കവാറും അവിടെ ഉണ്ടല്ലോ. അവരെ നമ്മളിപ്പം ചെല്ലുമ്പോഴും അവിടെ കാണേണ്ടി 1-2 പേര്. ആരാധ്യം ഞാൻ പറയുന്നില്ല. ഒരാൾ എന്തോന്നാ ഈ വിവരാവകാശ കമ്മീഷനിലും കണ്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാ. പുള്ളി അവിടെ ഉള്ള ആളാ. അവർക്ക് തന്നെ അറിയാമല്ലോ സരിത എപ്പോഴും അവിടെ ചെല്ലുമായിരുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും കാര്യം പറഞ്ഞാൽ അത് എനിക്ക് പറയാൻ ഒക്കുന്ന സമയത്ത് ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇത് ഞാനായിട്ട് ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും പിള്ള സാർ കേരളം ഇത്രത്തോളം ചർച്ച നടത്തി നിയമതലത്തിൽ നിന്ന് പോലും ഉത്തരവ് വരുന്ന ഘട്ടത്തിലെങ്കിലും താങ്കൾക്ക് അതിന്റെ വസ്തുത സംബന്ധിച്ചൊരു ചെറിയൊരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയില്ലേ? അല്ല, അത് അന്നാട്ട്. അതായത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോ ചോദിക്കുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ഇടയ്ക്കല്ലേ പറയാം, അല്ലെങ്കിൽ അറിയാവുന്ന വിവരങ്ങൾ അന്ന് അറിയിക്കാം. ഏതായാലും അധികം ചൊറിയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ പിള്ള സാർ ഇവിടെ ബാബുവിന്റെ കാര്യത്തിൽ വന്ന അതേ നിലപാട് വന്നപ്പോൾ KM മാണിയുടെയും ബാബുവിന്റെയും കാര്യത്തിൽ അവർ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കോടതി പറഞ്ഞിരിക്കുന്ന കേസെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. രണ്ടിന്റെയും ഗ്രാവിറ്റി പരിശോധിച്ചാൽ അറിയാമല്ലോ എത്രത്തോളം ആരോപണം ഏത് വിഷയത്തിലായിരിക്കുമെന്ന്. ആ ഘട്ടത്തിൽ ന്യായമായും മുഖ്യമന്ത്രി ഇന്ന് കൈക്കൊള്ളേണ്ട നടപടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ബാബുവിന്റെ കാര്യത്തിൽ ഒന്നും വന്നില്ല. എന്ത് വന്നെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ബാബു രാജിവെച്ചിട്ടും രാജി സ്വീകരിക്കുന്നില്ല. ഗണേശൻ രാജിവെച്ചു അർദ്ധരാത്രിക്ക്. പാർട്ടി ചെയർമാൻ പോലും അറിയാതെ രാജി എഴുതി വാങ്ങിച്ചു. രാജി എഴുതി മേടിച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലത്തില്ലാതിരുന്ന ഗവർണർക്ക് ഫാക്സ് ചെയ്തു രാജി അക്സെപ്റ്റ് ചെയ്യാൻ. ഗവർണർ സ്ഥലത്തില്ല, ആലോചിച്ചോണം. ഫാക്സ് ചെയ്തു. ഞാനാ രാജിവെച്ചു. ഹൈക്കോടതിയുടെ ഒരു ഇത് വന്നപ്പോ പിറ്റേന്ന് ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞില്ലല്ലോ. അതായത് നമ്മുടെ കോച്ച് ഫാക്ടറി സംബന്ധിച്ചുള്ള കേസ്. ആ രാജി കരുണാകരൻ ഞാൻ കൊടുത്തതനുസരിച്ച് അരമണിക്കൂറിനകം ഗവർണർക്ക് എത്തിച്ചു. ഞാൻ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ടാ രാജി എഴുതിയത്. എത്തിച്ചു. മാണിയുടെ രാജി 1 മണിക്കൂറിനകം എത്തിച്ചു. 4 ദിവസം 5 ദിവസമായിട്ട് ബാബുവിന്റെ രാജി എന്താ എത്തിയാത്ത? ഇനിയിപ്പോ ഈ FIR കൂടെ വന്നപ്പോ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് FIR ഇട്ടത് കൊണ്ട് രാജിവെക്കുന്നത്. അതുകൊണ്ട് ബാബുവിന്റെ രാജി സ്വീകരിക്കുന്നില്ല, ഞാനും രാജിവെക്കുന്നില്ല, ആര്യാടനും രാജിവെക്കുന്നില്ല. FIR പോരാ, കേസിന്റെ വിധി വരട്ടെ എന്ന് പറയാൻ വേണ്ടി നേരത്തെ കരുതി വെച്ചതാ. ഹൈക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതൊന്നും എനിക്കറിയില്ല. താങ്കൾ ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ വിൻസെന്റ്, ഇവിടെ പിള്ള സാർ സൂചിപ്പിച്ച വളരെ ഒരു വസ്തുതയാണ്. കാരണം മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നിലപാടായിരിക്കും ഇനി ഈ കാര്യത്തിൽ. അതിലേക്കാണ് കേരളത്തിന്റെ ധാർമ്മികത എന്ന ആ പദപ്രയോഗം ഉറ്റുനോക്കുന്നത്. അവിടെ ബാബുവിന്റെ രാജി സ്വീകരിക്കാതെ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നത് സോളാറിലടക്കം വരുന്ന ആളുകളിൽ ഉണ്ടാകാൻ പോകുന്ന, തന്നിലേക്ക് വരാൻ പോകുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള ഒരു നിലപാടാണോ? മുഖ്യമന്ത്രി വ്യക്തമായും എന്ത് നിലപാട് സ്വീകരിക്കും? താങ്കൾ ഇന്ന് കേരളം ഇപ്പോൾ കാതോർക്കുന്നതാണ്. ഒരിക്കലുമല്ല. ബഹുമാനപ്പെട്ട പിള്ള സാർ ചൂണ്ടിക്കാണിച്ച പല രാജികളും അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് കൊടുത്തു. പക്ഷെ അതെല്ലാം അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ആ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുകയോ ആ രാജിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അത് സംബന്ധിച്ച് പാർട്ടിയിലും മുന്നണിയിലും ചർച്ചകൾ നടന്നതിന് ശേഷമാണ് ആ രാജികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ രാജി പൊടുന്നനവേ വിജിലൻസിൽ നിന്ന് പരാമർശം പൊടുന്നനവേ നടത്തിയ രാജിയാണ്. അതിനെ സംബന്ധിച്ച് പാർട്ടി പ്രസിഡന്റും മറ്റു നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരും മറ്റുമായി എല്ലാം ആലോചിക്കാനുള്ളത് കൊണ്ടും ഹൈക്കമാൻഡുമായി ബന്ധപ്പെടാനുള്ളത് കൊണ്ടും അത് നേരത്തെ ഒരാഴ്ചയോ 2 ആഴ്ച കാലമായി നടന്നൊരു പ്രോസസ്സാണെങ്കിൽ ശരി. പിന്നെ രണ്ടാമത് തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ പല സംശയങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഈ വിധി ഞാൻ നമ്പർ 1 ശ്രീ കെ ബാബുവിനെതിരായിട്ടുള്ള പരാതി വന്ന് 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് FIR എടുക്കണമെന്ന് കോടതി വന്നത്.
ഇത് ഇന്നലെ വെളിപ്പെടുത്തുന്നു. ഇത് 12 മണിക്ക് മുമ്പായി കോടതി വിധി വരുന്നു. ഇന്ന് രാവിലെ 11 മണിക്കല്ലേ കോടതി കയറിയുള്ളൂ. ഈ 11 മണി കോടതി കയറി 1 മണിക്കൂറിനകം മറ്റ് കേസുകൾ പരിഗണിച്ചതിനകം എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അത് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനു മുൻപ് താങ്കൾ കൂടി വിൻസെന്റ് പറഞ്ഞതിലെ ഒരു ക്ലാരിഫിക്കേഷൻ. ഇത് പാർട്ടി കൂടി ആലോചിക്കണം വേണം. ഇത് ബാബുവിന് അറിയില്ലേ? ബാബു എന്താ പറഞ്ഞത്? ഇവിടെ KPCC പ്രസിഡന്റിനോട് പോലും ആലോചിക്കേണ്ട കാര്യമില്ല രാജി കൊടുക്കാൻ, അത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രി കൊടുത്തു. ഇപ്പൊ പറയുന്ന ആലോചിക്കുന്ന പാർട്ടി അതൊന്ന് അത് മുഖ്യമന്ത്രി അല്ല, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് പാർട്ടി പ്രസിഡന്റും പാർട്ടി നേതാക്കളും ആലോചിക്കേണ്ടത്. രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. 2, ഈ സോളാർ കമ്മീഷനിൽ സരിതയുടെ മൊഴിയും ഈ വിജിലൻസ് എടുത്ത മൊഴിയും ഈ കേസെടുക്കാൻ പറഞ്ഞുകൊണ്ടപ്പം ഏറ്റവും പ്രസക്തമായത് വിജിലൻസിന്റെ നിരീക്ഷണമാണ്. കാരണം പിള്ള സാർ പറഞ്ഞതുപോലെ ഈ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാം. പക്ഷെ അതിനകത്ത് ഒരു ആക്ഷൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പത്മകുമാർ, വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക്. UDF-ൽ അതിനിർണായകമായ നീക്കങ്ങൾ കൂടി നടക്കുന്നു. വരും നിമിഷങ്ങളിൽ ഏറ്റവും പുതിയ നിമിഷത്തിൽ പീപ്പിൾ TV-യിലൂടെ അതിന്റെ സംഭവവികാസങ്ങൾ പ്രേക്ഷകരിലേക്ക് വളരെ സ്ഫോടനാത്മകമായ സംഭവവികാസങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. പ്രേക്ഷകർ കാത്തിരിക്കുക. വളരെ നിർണായകവും UDF രാഷ്ട്രീയത്തിൽ പല MLA-മാരും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പരസ്പര കൂടിയാലോചനകളുമായി മുന്നോട്ട് പോകുന്നു. തലസ്ഥാനത്തും പ്രമുഖ കക്ഷികളുടേതടക്കമുള്ള നിർണായക കേന്ദ്രങ്ങളിലും കൂടിയാലോചനകൾ നടക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് വലിയ തോതിൽ തിരിച്ചടി ഏൽക്കാൻ പോകുന്ന ഒരു സുപ്രധാന വാർത്തയാണ് എന്തായാലും കേരളം ശ്രവിക്കാൻ പോകുന്നത്. പ്രേക്ഷകർ സരിതയുടെ വാക്കുകൾ കാതോർത്ത, പീപ്പിൾ TV-യുടെ കാതോർത്ത നിമിഷങ്ങൾ പോലെ ഇതിൻ്റെ നിർണായക നീക്കങ്ങളും അതിൻ്റെ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തും. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ നിർണായക ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും നേരിടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സോളാർ കേസിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ആര്യാടൻ മുഖ്യമന്ത്രിയുടെ കൂട്ടുപ്രതി. അതുകൊണ്ട് ഇവർ ഇരുവരും ഇനിയും തൊടുന്യായങ്ങൾ പറഞ്ഞ് അധികാരത്തിൽ തുടരാൻ പാടില്ല. ജനാധിപത്യ കേരളം അത് അംഗീകരിക്കുകയുമില്ല. സോളാർ കേസിൽ സരിത നാട്ടുകാരെ തട്ടിച്ച് ലക്ഷങ്ങൾ കൈവശപ്പെടുത്തി എന്നാണ് ആരോപണം. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാകട്ടെ തട്ടിപ്പുകാരിയായ സരിതയെ തട്ടിച്ച് കോടികൾ വാങ്ങി എന്ന് വന്നിരിക്കുകയാണ്. ചെറിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റ് വലിയ പോക്കറ്റടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് തട്ടിപ്പുകാരിയായ സരിതയെ തട്ടിച്ച് ഉമ്മൻചാണ്ടി കാശ് അടിച്ചെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതി വിധി മാനിച്ച് അധികാരം വിട്ടൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭണം ആയിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. വ്യക്തമാണല്ലോ? ശരി. അതെ, അത് പിന്നെ ഓരോരുത്തർക്കും നിയമത്തോട് വഴങ്ങിയും നിയമത്തെ നിഷേധിച്ചും എല്ലാം നിലപാട് സ്വീകരിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നവർ നേരിടേണ്ടി വരും. ശരി. അതെ. അങ്ങനെ നിയമലംഘനങ്ങളുടെ ഒരു തുടർച്ചയാണ് അല്ലേ? തെളിവുള്ള ആളുകളെ തന്നെ ഹാജരാക്കിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര വ്യക്തമായിട്ടുള്ള വസ്തുതകൾ തെളിവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിച്ചിട്ട് ഓടാനൊക്കില്ല.
മാറി മാറി തോന്നുന്ന പോലെ പറയുക. ശരി. വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി രാജിവെച്ച് ധാർമ്മികത കാട്ടണമെന്ന് VSM പറഞ്ഞിരിക്കുന്നു. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരണം നടത്തിയത്. വളരെ സുപ്രധാനമായ ചലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നു. രാഷ്ട്രീയമായ UDF അടക്കം ഒരുപക്ഷെ വലിയ പതനത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചിരിക്കുന്നു. UDF ഘടകകക്ഷികൾ പലരും പല നിലപാടുകൾ വരും നിമിഷങ്ങളിൽ എടുത്തേക്കുമെന്ന വ്യക്തമായ സൂചന ഒരുപക്ഷെ വലിയ സ്ഫോടനാത്മകമായ കേരള രാഷ്ട്രീയത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പതനം എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കുള്ള വലിയ നിമിഷങ്ങളിലേക്ക് പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അനൗദ്യോഗികമായി പല വിവരങ്ങളും പീപ്പിൾ ടിവിയുടെ ലഭിക്കുന്നു. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. വിൻസെന്റിലേക്ക് പോകുന്നു. വിൻസെന്റ്, എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പതനം ഒരുപക്ഷെ കെ കരുണാകരന് നേരെ നടത്തിയ അല്ലെങ്കിൽ പയറ്റിയ അതേ ചലനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാവും. ചരിത്രത്തിന്റെ കാവ്യനീതി എന്നൊക്കെ ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പതനത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? ഒരു പതനത്തിലേക്കുമില്ല. നിങ്ങളെടുത്ത് ഉയർത്തി കാണിക്കുന്ന ഈ സരിതാ നായരുടെ മൊഴിയെടുത്ത് കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വർഷം നിലനിന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സരിതാ നായരെ കൊണ്ട് നിങ്ങൾക്ക് അത് മറക്കാൻ സാധിക്കും. താങ്കൾ ഇപ്പോഴും ഈ സരിതയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച കാര്യങ്ങൾ പറയും. ഇതേ കേസായിരുന്നല്ലോ റെജീന കേസ്. റെജീന കേസിൽ എന്താണ് സംഭവിച്ചത്? റെജീനയുടെ ക്രെഡിബിലിറ്റിയും റെജീനയെ കേരളവും കണ്ട സാഹചര്യങ്ങൾ, അന്ന് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതേ കുഞ്ഞാലിക്കുട്ടി സംഭവിച്ചു, മന്ത്രിപദം രാജിവെച്ച് മുന്നോട്ട് കുഞ്ഞാലിക്കുട്ടി ഞാൻ പറഞ്ഞത് വളരെ വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് കോവിയൂർ കുഞ്ഞുമോൻ MLA രാജിവെച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് പോകുന്നു. കോവൂർ കുഞ്ഞുമോൻ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. RSPയിൽ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. RSPയിൽ വലിയ പൊട്ടിത്തെറി ഒരുപക്ഷെ UDFിനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടി, RSPക്ക് തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചപ്പോഴടക്കം കോവൂർ കുഞ്ഞുമോൻ വളരെ വ്യക്തമായ കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ധാർമ്മികതയുടെ അംശം എന്തായാലും കോവൂർ കുഞ്ഞുമോൻ പ്രകടിപ്പിച്ചിരിക്കുന്നു. രാജിക്കത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നു, സ്പീക്കർക്ക് നൽകിയിരിക്കുന്നു. ധാർമ്മികതയുടെ ശ്രീ വിൻസെന്റ് എങ്ങനെ കാണേണ്ടി വരും? കാരണം വലിയ തിരിച്ചടിയാണ്. ഒരു MLA, ഒരു ജനപ്രതിനിധി, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി രാജിവെച്ചിരിക്കുന്നു. അതും അഴിമതി ആരോപണങ്ങളുടെ പേരിൽ സകലമായ എല്ലാ രീതിയിലും മുങ്ങിക്കുളിച്ച് താഴാൻ പോകുന്ന കപ്പലിന്റെ ആദ്യ ഒരുപക്ഷെ ഒരാൾ അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശ്രീ കോവൂർ കുഞ്ഞുമോനും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കോവൂർ കുഞ്ഞുമോൻ പാർട്ടിയിൽ തുടരുമെന്നാണ് അവരുടെ നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സജേഷ്, കോവൂർ കുഞ്ഞുമോന്റെ രാജി സ്ഥിരീകരിച്ചിരിക്കുന്നു, രാജിവെച്ചു എന്നാണോ കരുതേണ്ടത്? പ്രജീഷ്, കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂർ MLA രാജിവെച്ചിരിക്കുന്നു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. ഈ അഴിമതിയുടെ സാഹചര്യത്തിൽ ഇനി UDFിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ കാട്ടാക്കടയിൽ വെച്ചാണ് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് രാജിക്കത്ത് കൈമാറിയത്. രാജി ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനുള്ളിൽ കോവൂർ കുഞ്ഞുമോൻ പ്രഖ്യാപിക്കും. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. ഇതോടെ RSP രണ്ടാവുകയാണ്. RSPയിൽ ഒരു വലിയ വിഭാഗം UDFിൽ തുടരുന്നതിന് എതിരായിരുന്നു. കോവൂർ കുഞ്ഞുമോൻ MLA ഉൾപ്പെടെയുള്ളവർ ആ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ വലിയ അഴിമതി വാർത്തകൾ കൂടിയാകുമ്പോൾ ഇനി UDFിൽ തുടരേണ്ടെന്ന നിലപാടാണ് കോവൂർ കുഞ്ഞുമോൻ സ്വീകരിക്കുന്നത്. സജേഷ് RSP പിളരുന്നു. അതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോവൂർ കുഞ്ഞുമോന്റെ രാജി, വ്യക്തമായ പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ RSPയെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരടക്കമുള്ള സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? പ്രജീഷ്, ഇക്കാര്യത്തിൽ RSP UDF വിടണമെന്ന പ്രമേയം ദേശീയ സമ്മേളനത്തിൽ ഉൾപ്പെടെ RSP പ്രവർത്തകർ അവതരിപ്പിച്ചതാണ്. ആ അവതരിപ്പിച്ച പ്രവർത്തകർക്കെതിരെ NK പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും ചേർന്ന് നടപടിയെടുത്തുവെന്ന വിമർശനവും RSPക്കകത്ത് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ തന്നെ RSP UDF വിടണമെന്ന അഭിപ്രായമുള്ളവരായിരുന്നു. ഇവരുടെ ഒപ്പമായിരുന്നു കോവൂർ കുഞ്ഞുമോൻ MLA. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ
രാജിവെക്കുന്നതിനുള്ള സന്നദ്ധത കോവൂർ കുഞ്ഞുമോൻ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തീർത്തും അഴിമതിയാണ് UDF. ഈ UDFന്റെ അഴിമതിയുമായി ജനങ്ങളുടെ മുന്നിലേക്ക് പോകാനാകില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോവൂർ കുഞ്ഞുമോൻ RSP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ UDFൽ തുടരണമെന്ന നിലപാട് ഷിബു ബേബി ജോണും NK പ്രേമേന്ദ്രനുമാണ് RSPയിൽ സ്വീകരിക്കുന്നത്. ഇവരോട് കർക്കശമായ എതിർപ്പ് RSPയിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്ക് ഉണ്ട്. കോവൂർ കുഞ്ഞുമോനൊപ്പം ഈ പ്രവർത്തകരുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോവൂർ കുഞ്ഞുമോൻ ഔദ്യോഗികമായി തന്നെ ഈ രാജി പ്രഖ്യാപിക്കും. ഫലത്തിൽ RSP രണ്ടാവുകയാണ്. UDFൽ തുടരണമെന്ന ഒരു വിഭാഗവും UDF വിടണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും നേരത്തെ തന്നെ RSPയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. RSPയുടെ ദേശീയ സമ്മേളനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ കൂടി നേതാക്കന്മാരുടെ അനൌദ്യോഗിക പ്രതികരണങ്ങൾ കൂടി തേടുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. UDF രാഷ്ട്രീയം ഏറെ കലുഷിതമായ ചരിത്രത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഒരു ജനപ്രതിനിധി രാജിവെച്ചിരിക്കുന്നു അഴിമതിയുടെ പശ്ചാത്തലത്തിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഘടകകക്ഷിയിൽ നിന്നും ആദ്യ പൊട്ടിത്തെറി. കോവൂർ കുഞ്ഞുമോൻ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. RSP പിളർപ്പിലേക്ക്, ഒരു പക്ഷേ എടുത്തു പറയേണ്ട കാര്യമാണ്, RSP പിളർപ്പിലേക്ക് പോകുന്നു. ഇനി ജനതാദളിന്റെ നിലപാടുകൾ കൂടി ഒരു പക്ഷേ കാതോർക്കേണ്ട നിമിഷമാണ്. അത്തരത്തിലുള്ള ചർച്ചകളടക്കം കേരളത്തിൽ നടക്കുന്നു, പല കേന്ദ്രങ്ങളിലും നടന്നു പോകുന്നു എന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഇന്ന് തന്നെ ഒരു പക്ഷേ അത്തരത്തിലുള്ള ചലനങ്ങളും പ്രതീക്ഷിക്കാമെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിൻസെന്റ്, എങ്ങനെ കാണേണ്ടി വരുന്നു? UDF രാഷ്ട്രീയം എക്കാലവും ഇല്ലാത്ത ഒരു കലുഷിതാവസ്ഥയിലേക്ക് പോവുകയാണോ? ആദ്യ വെടി പൊട്ടിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആദ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ധാർമ്മിക നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോവൂർ കുഞ്ഞുമോൻ പുറത്തേക്ക് പോകുമ്പോൾ? ശ്രീ കോവൂർ കുഞ്ഞുമോൻ്റെ രാജി ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതില്ല. ചിലപ്പോൾ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഇതുമായി കണക്ട് ചെയ്ത് പറയുമായിരിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അദ്ദേഹം ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പല കാര്യങ്ങളിലും UDF വിട്ട് LDFിലേക്ക് പോകണം എന്ന അഭിപ്രായം അദ്ദേഹം പലതവണ ആവർത്തിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വം പറഞ്ഞു പാർട്ടിയിൽ തന്നെ തുടരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഘട്ടം വന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് UDFിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അത് ഇതുമായി കൂട്ടി വായിക്കേണ്ട. കോവൂർ കുഞ്ഞുമോൻ RSPക്കകത്ത് RSPയുടെ പൊതു നിലപാടിന് എതിരായി നിൽക്കുന്നു എന്ന ഒരു വികാരം എത്രയോ മാസങ്ങളായി നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അതിൻ്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഞാൻ അതിലെ വ്യക്തതയ്ക്ക് വേണ്ടി പത്മകുമാറിലേക്ക് വരാം. ശ്രീ രാജേന്ദ്രൻ, ഒരു പക്ഷേ കേരള രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ സ്പെസിഫിക്കായിട്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ അസ്വാരസ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചലനമാണ് അദ്ദേഹം നടത്തിയത്. എങ്കിലും അതിനപ്പുറത്തേക്ക്, കാരണം RSPക്കൊപ്പം JDS അടക്കമുള്ള കക്ഷികൾ, മറ്റ് ചെറു കക്ഷികളടക്കം വലിയ നിലപാട് അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലേക്ക്, ഒരുപക്ഷെ ലീഗിൽ പോലും ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സമീപനങ്ങളിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാർ കേസുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ലീഗ് നേതാക്കന്മാർക്ക് എതിരെയില്ല. പ്രതിച്ഛായ നഷ്ടം വരുത്തിയത് കോൺഗ്രസ് ആണ് എന്ന് വ്യക്തമായ ബോധ്യം പരോക്ഷമായെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഘടകകക്ഷികൾ കോൺഗ്രസിനെതിരെ തിരിയുമ്പോൾ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അന്ന് കരുണാകരനെതിരെ ഉമ്മൻചാണ്ടി പടയൊരുക്കം നടത്തിയപ്പോൾ ഘടകകക്ഷികളെല്ലാം തന്നെ കരുണാകരനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. എങ്ങനെ വിലയിരുത്തേണ്ടി വരും? വിൻസെന്റ് പ്രകടിപ്പിച്ച ഈ സാഹചര്യങ്ങളെ കണ്ണിച്ചുള്ള മറുപടി കൂടി മുഖവിലേക്ക് എടുത്താൽ. ഇതിനകത്ത് കേരളത്തിലെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ രാജിവെച്ചു. അതുപോലെ JDUവിനകത്ത് വലിയ പ്രശ്നമാണ്. അവർ ഇന്ന് രാവിലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് ഇനിയും ഈ മുന്നണിയിൽ തുടരുന്നത് ഗുണകരമാവില്ല എന്നൊരു വിലയിരുത്തലെത്തിയിരുന്നു. മറ്റൊന്ന് കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് കത്തയച്ചതാണ്. അദ്ദേഹം പിന്നീട് നിഷേധിച്ചെങ്കിൽ കൂടി ഇനി ഉമ്മൻചാണ്ടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടത്തിലായിരിക്കും പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിന് കത്തയച്ചതാണ്. ഇതിലെല്ലാറ്റിലും ഉപരി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നൊരു വാർത്തയല്ല, ദേശീയ തലത്തിലെ തന്നെ വലിയ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ കേരള മുഖ്യമന്ത്രിക്കെതിരായി FIR എടുക്കാൻ വിജിലൻസ് കോടതി, അതും സോളാർ കേസിൽ ഉത്തരവിട്ടതോടുകൂടി ഇത് ദേശീയ തലത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മൾ ഈ ദേശീയ തലത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അഴിമതിയാണ്. അരുൺ ജെയ്റ്റ്ലി ഈ അഴിമതി ക്രിക്കറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അരുൺ ജെയ്റ്റ്ലിയുടെ രാജി വേണമെന്ന് ആവശ്യപ്പെട്ട് വലിയ സമരം നടത്തിയ പാർട്ടിയാണ്. തലസ്ഥാന നഗരിയിലെല്ലാം സമരം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ സുഷമാ സ്വരാജിനെതിരായി ലളിത് മോദി വിഷയത്തിൽ രാജി വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അഴിമതി ഒരു മുഖ്യ വിഷയമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ
കോൺഗ്രസ് ദീർഘനാളായി നമുക്കത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന ആ കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം നമുക്കൊരു 2001 ആ കാലം തൊട്ട് തന്നെ കേരളത്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ആന്റണി, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയെയാണ് ഏറ്റവും പ്രധാനമായും മുഖവിലേക്ക് എടുത്തിരുന്നത്.